എ ഗുഡ് മെൻറ്റർ ഈസ് ലൈക്ക് എ ഗൂഗിൾ മാപ്പ്. എന്തുകൊണ്ടാണെന്നല്ലേ, നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കും അല്ലേ. അപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് എന്താ കാണിച്ചു തരിക? ഇറ്റ് ഷോസ് യു ദ ബെസ്റ്റ് പോസിബിൾ റൂട്ട്. അതുകൂടാതെ എത്ര സമയമെടുക്കും. അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ ടെൽസ് യു ദ ഓൾട്ടർനേറ്റ് റൂട്ട്. അതും പോട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും വഴി തെറ്റിപ്പോയാൽ ഗൂഗിൾ മാപ്പ് നമ്മൾ എപ്പോഴെങ്കിലും വഴക്ക് പറയാറുണ്ടോ? ഇല്ല. അത് കാമായിട്ട് പേഷ്യൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. യു ഹാവ് ടു റീറൂട്ട്, കറക്റ്റ് പാത്തിലേക്ക് വരാൻ ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും ദൂരം പോകണം. ഈ ക്വാളിറ്റീസ് തന്നെയല്ലേ നമുക്കൊരു നല്ല മെൻറ്ററിലും വേണ്ടത്. പേഷ്യൻ്റ് ആയിരിക്കണം, ബെസ്റ്റ് പ്രാക്ടീസസ് അറിയണം, കൂടാതെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനുസരിച്ച് ഓൾട്ടർനേറ്റ് റൂട്ട്സ് പറഞ്ഞു തരാൻ പറ്റണം. ഹലോ എവരി വൺ, എൻ്റെ പേര് ആൻഡൺ എന്നാണ്, ആൻഡ് ഐ എം എ ഡയറക്ടർ അറ്റ് ഫോർച്യൂൺ IS അക്കാഡമി. ടുഡേ ഐ എം ഹിയർ ടു ഗീവ് ആൻ ഓവർവ്യൂ ഓഫ് ഫോർച്യൂൺ മെയിൻസ് മെന്റർഷിപ്പ് പ്രോഗ്രാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ UPSC ആണ് അല്ലേ. അപ്പോൾ അതിലേക്കുള്ള ബെസ്റ്റ് പോസിബിൾ റൂട്ട് എന്തായിരിക്കും? UPSCയുടെ സെയിം ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതല്ലേ നമുക്ക് മെയിൻസിന് വേണ്ട ബെസ്റ്റ് പോസിബിൾ റൂട്ട്. ഇവിടെ ഫോർച്യൂണിൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത് ടോപ്പേഴ്സും അതുപോലെ എക്സ്പേർട്ട് ഫാക്കൽറ്റിയുമാണ്. ഇറ്റ് ഈസ് ആസ് ക്ലോസ് ടു UPSC സ്റ്റാൻഡേർഡ് ആസ് പോസിബിൾ. രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താ? ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കും, ഈ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഡെയിലി പ്ലാനറാണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം. ദിസ് ഈസ് വാട്ട് ഫോർച്യൂൺസ് ഡെയിലി പ്ലാനർ വിൽ ഗീവ്. ആൻഡ് തേർഡ്, നമ്മൾ പോകുന്ന പാത്ത് കറക്റ്റാണ്, തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, അതിനാണ് നമുക്ക് ഡെയിലി QIP ഉള്ളത്. QIP എന്നാൽ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ആൻസേഴ്സും ബെസ്റ്റ് മോഡൽ ആൻസേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് ദ മെൻറ്റേഴ്സ് വിൽ പേഷ്യൻ്റ്ലി റീറൂട്ട് യു. ബെസ്റ്റ് മോഡൽ ആൻസറിലേക്കുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ ഫീഡ്ബാക്ക്, 1-on-1 മെൻറ്റർഷിപ്പിലൂടെ നിങ്ങളുടെ ആൻസേഴ്സ് എവിടെ തെറ്റി, എങ്ങനെ ശരിയാക്കാം, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, എവിടെ ഫോക്കസ് ചെയ്യണം, എന്ത് പഠിക്കണം, ഇതെല്ലാം മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഈ റീറൂട്ടിംഗ് പ്രോസസ്സ് ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ഷമയോടെ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ദിസ് ആർ ദ ഹോൾമാർക്സ് ഓഫ് ഫോർച്യൂൺ മെയിൻസ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. ഇവിടെ മെയിൻസ് മെൻറ്റർഷിപ്പിന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ടിപ്പിക്കൽ വീക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മൺഡേ യു ഹാവ് the PYQ analysis, past year question analysis, and the orientation for upcoming test. Tuesday to Friday, we have the daily quality improvement program. നേരത്തെ പറഞ്ഞ പോലെ QIP എന്ന് വെച്ചാൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. എല്ലാ ദിവസവും ആൻസർ എഴുതുകയും അതിൻ്റെ മോഡൽ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. സാറ്റർഡേ യു ഹാവ് 1-on-1 മെൻറ്റർഷിപ്പ്. നമ്മൾ എഴുതിയ ടെസ്റ്റ് ആൻസേഴ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഡിമാൻഡ് പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യാൻ പറ്റി കാണില്ല, അല്ലെങ്കിൽ പോയിൻറ്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റി കാണില്ല. ഇതെല്ലാം മെൻറ്റർഷിപ്പ് പ്രോസസ്സിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ എ ടിപ്പിക്കൽ വീക്ക് വിൽ ലുക്ക് ലൈക്ക്. നിങ്ങളിപ്പോൾ നാച്ചുറലി ക്യൂരിയസ് ആയിരിക്കും, ആരൊക്കെയാണ് ഈ മെൻറ്റേഴ്സ്? ഞാൻ കുറച്ച് നേരമായി മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുന്നല്ലോ. ഈ കൊല്ലത്തെ ടോപ്പേഴ്സായ ആര്യ, ജോയൽ, സിദ്ധാർത്ഥ്, റംഷാദ്, ഇവരെല്ലാവരും ഈ കൊല്ലം ഫോർച്യൂണിലെ മെയിൻസ് മെൻറ്റേഴ്സാണ്. ഇൻട്രസ്റ്റിംഗ്ലി ആര്യയുടെ മെൻറ്റർ കഴിഞ്ഞ കൊല്ലത്തെ ടോപ്പറും ഫോർച്യൂണിലെ മെൻറ്ററുമായ ദിലീപ് കൈനിക്കരയായിരുന്നു. ആൻഡ് ഈ കൊല്ലത്തെ ടോപ്പേഴ്സ് മാത്രമല്ല കേട്ടോ നമുക്ക് മെൻറ്റേഴ്സ് ആയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ ടോപ്പേഴ്സും ഫോർച്യൂണിലെ എക്സ്പേർട്ട് ഫാക്കൽറ്റിയും ഡെഫിനറ്റ്ലി അവൈലബിൾ ആയിരിക്കും. സോ മെയിൻസിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം June 9 പ്ലീസ് ഡു കം ഓവർ. ആൻഡ് മെയിൻസ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.